ചോദ്യം വായിക്കുക. -5 നിന്നും ഏത് നമ്പർ കുറച്ചാലാണ് -14 കിട്ടുക? അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് നിങ്ങൾ എഴുതുക. ഇവിടെ എന്താ പറയുന്നത്? -5 നിന്നും, ഇപ്പം -5 നിന്നും ഏത് നമ്പർ കുറച്ചാലാണ്, അത് ഏത് സംഖ്യയാണെന്ന് എനിക്കറിയാം. ഏതോ ഒരു സംഖ്യ കുറച്ചു. അപ്പോൾ സംഖ്യ എനിക്കറിയത്തില്ല, ഞാൻ സംഖ്യ തന്നെ എഴുതും. സംഖ്യ കുറച്ചാലാണ്, അപ്പോൾ അതേ കുറച്ചു. അപ്പം എനിക്ക് എത്ര കിട്ടി? -14 കിട്ടും. ഇത് എഴുതി വെച്ചുകൊണ്ടോ ആ പറഞ്ഞിരിക്കുന്ന ഇവിടുന്ന് ഇവിടെ വരെ പറഞ്ഞിരിക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റിനെ ഞാൻ അങ്ങോട്ട് എഴുതിയതാണ് കണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെയുള്ള -5 ഞാൻ അങ്ങനെ തന്നെ കാണിച്ചു. ഈ -14 ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ എത്രയായിട്ട് മാറും? +14 മാറും. ഈക്വൽ ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇവിടെ കണ്ടോ, മൈനസ് സംഖ്യ എന്നാണ്. മൈനസ് സംഖ്യനെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്തായി? പ്ലസ് സംഖ്യ എന്നാകത്തില്ലേ? മനസ്സിലായോ? ചിഹ്നങ്ങൾ മാറി മനസ്സിലായോ? ഇനി സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കാം? സംഖ്യ ഈക്വൽ ടു, ഇവിടെ നോക്കിക്കേ, നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. അവിടെ ചിഹ്നം നോക്കിക്കുക, സംഖ്യയുടെയൊക്കെ ചിഹ്നങ്ങൾ നോക്കിക്കേ. ഒരു -5ഉം ഒരു +4. വ്യത്യസ്ത ചിഹ്നങ്ങളാകുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. ഓർക്കുന്നുണ്ടല്ലോ? 14 5 കുറക്കണം, അപ്പോൾ 9 കിട്ടും. 14 ചിഹ്നം പ്ലസ് ആണ്, അപ്പോൾ +9 നമുക്ക് കിട്ടും. കിട്ടിയോ? അത്രയേ ഉള്ളൂ. നമ്മുടെ ഓപ്ഷൻ നോക്കിക്കേ. ഓപ്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് +9 എവിടെയെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? +9 നമുക്ക് 9 എന്ന് പറഞ്ഞാലും തെറ്റില്ല. അറിയാലോ നിങ്ങൾ കാര്യങ്ങൾ. അപ്പം 9 എന്ന് പറഞ്ഞ A ഓപ്ഷനാണ് നമ്മുടെ ആൻസർ. ഓക്കെ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ വലുത് ഏത്? 48ന്റെ 3/4, 60ന്റെ 4/5, 48ന്റെ 4/3, 60ന്റെ 5/4. നമുക്ക് ഒന്നാമത്തെ കണ്ടുപിടിക്കാം. 48ന്റെ 3/4 എന്ന് വെച്ചാൽ 48 × 3/4. നിങ്ങൾക്ക് ഈ 4ഉം 48ഉം കൂടെ വെട്ടാം. 4ന്റെ പട്ടിക വെച്ചിട്ട് നമുക്ക് വെട്ടാം. വെട്ടുമ്പോൾ എത്ര കിട്ടാം? 4 വെട്ടി 48 എത്ര പ്രാവശ്യം ഉണ്ട്? 4 12 തവണയുണ്ട്. അങ്ങനെ 12 3 കൂടെ ഗുണിക്കുമ്പോൾ 36 കിട്ടും. അപ്പോൾ 48ന്റെ 3/4 എന്ന് വെച്ചാൽ 36. അതുപോലെ രണ്ടാമത് നോക്കിയാൽ 60ന്റെ 4/5 എന്ന് വെച്ചാൽ 60 × 4/5 എന്നാണ് അർത്ഥം. ഉണ്ടോ? നമുക്കവിടെ ഇതുവരെ 5ഉം 60ഉം കൂടെ വെട്ടാം. എത്ര പ്രാവശ്യം ഉണ്ട്? 12 തവണ. 12 5 60. ഇനി ആ 12 4 കൂടെ ഗുണിക്കുമ്പോൾ എത്ര കിട്ടാം? 48 എന്നാണ് അവിടുത്തെ ആൻസർ. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയാൽ 48ന്റെ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇൻറ്റു അല്ലേ 4/3. ഞാൻ 3ഉം 48ഉം കൂടെ വെട്ടി 16 തവണ 16 4 64. മനസ്സിലായോ? അടുത്തത് 60 ഇൻ്റെ അഥവാ ഇൻറ്റു 5/4. 4ഉം 60ഉം കൂടെ വെട്ടുമ്പോൾ 15 തവണ 15 × 5 75. ഇനി നിങ്ങൾ നോക്കിയാൽ മതി. ഈ 4 സംഖ്യ നോക്കിയാൽ ഏതാ വലുത്? 36, 48, 64, 75 ഏതാണ്? 75 വലുത്. 75 എന്നുള്ളത് ആരാണ്? 60ന്റെ 5/4. അപ്പം നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഡി ഓപ്ഷനാണ് നമ്മുടെ ആൻസർ. കിട്ടിയോ? അടുത്ത ചോദ്യം, ഒരു പെൻസിലിൻ്റെ വില 4.54 ആയാൽ അതുപോലെയുള്ള 30 പെൻസിലുകളുടെ വില എത്ര? ഇപ്പോൾ ഒരു പെൻസിലിന് എത്ര രൂപയാണ്? 4.54. അപ്പോൾ 30 പെൻസിലിൻ്റെ വില കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആ 4.54 × 30. അപ്പോൾ നിങ്ങൾ കടയിൽ പോയി വാങ്ങുമ്പോൾ ആലോചിച്ചാൽ മതി. ഒരു പേനയ്ക്ക് 10 രൂപയാണെങ്കിൽ 8 പേനയ്ക്ക് എങ്ങനെയാണ്? 8 × 10 എന്ന് പറഞ്ഞാൽ ഒരു പെൻസിലിന് 4.54, 30 പെൻസിലാകുമ്പോൾ 4.54 × 30. ഇതെങ്ങനെ ഇൻറ്റു ചെയ്യുക? പലർക്കും ഇത് സംശയമുള്ള മൾട്ടിപ്ലിക്കേഷനൊക്കെയാണ്. ദശാംശങ്ങൾ ഇൻറ്റു ചെയ്യാൻ അറിയാത്തവരുണ്ട്. എനിവേ ഞാൻ ഒന്ന് പറയുകയാണ്, നോക്കിക്കോണേ. നിങ്ങൾ ദശാംശം ഇല്ലാതെ എടുക്കുക. 4.54 ദശാംശം എടുക്കണം. 454 എടുക്കുക. 30 എടുക്കേണ്ട 3 എടുത്താൽ മതി. 454 3 കൊണ്ട് നിങ്ങൾ സാധാരണ ഇൻറ്റു ചെയ്യുന്ന ഇൻറ്റു ചെയ്യുക. അപ്പം നിങ്ങൾക്ക് 1362 കിട്ടും. ആ 1362 ഞാൻ ഇങ്ങോട്ട് എഴുതി. ഇനി നമ്മളിപ്പോൾ ഒരു 30ൻ്റെ ഒരു 0 ഇവിടെ ഇട്ടിട്ടില്ലല്ലോ, 3 എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ ആൻസറായി. ഇനി നമ്മൾ നോക്കട്ടെ, ഇവിടെ എത്ര ദശാംശമുണ്ട്? 2 സ്ഥാനമുണ്ട്. അപ്പോൾ ഇവിടുന്നാണ് തുടങ്ങേണ്ടത്. കണ്ടോ? 1 2. അപ്പോൾ 2 ഇവിടെയാണ് ദശാംശം വേണം. കണ്ടോ? അപ്പോൾ അവിടെ കൊണ്ട് ദശാംശം കൂടി ഇട്ടാൽ മതി. അപ്പോൾ 2 സ്ഥാനം ഇടതുവശത്ത് 2 സ്ഥാനം മാറ്റി ദശാംശം ഇട്ടേ. ഞാൻ ദശാംശം ഇട്ടു. അപ്പോൾ 136.20 എന്നുണ്ട്. സി ഓപ്ഷനിലേക്ക് നോക്കിയാൽ കാണാം 136.20 എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും.
ഓക്കെ. ചോദ്യം വായിക്കുക. റീഡ് എന്നാൽ ആഷ് 4% 6, പെയ്ഡ് എന്നാൽ $%5 ആയാൽ റൈപ്പ് എന്നുള്ളത് എങ്ങനെ എഴുതാം? ഇത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ആ സിമ്പൽ മാത്രം നോക്കിയാൽ. റീഡ് എന്ന് പറയുന്നതിന് നേരെ തന്നിരിക്കുന്ന സിമ്പൽ ഞാൻ അതിന് താഴെ എഴുതുന്നുണ്ട്. പെയ്ഡ് എന്ന് പറയുന്ന തന്നിരിക്കുന്നതിന് നേരെ താഴെ നമുക്ക് തന്നിരിക്കുന്ന സിമ്പൽ എഴുതിയിട്ടുണ്ട്. ഇനി റൈപ്പ് എന്ന് പറയുന്ന സിമ്പൽ എങ്ങനെയാണ്? നിങ്ങളിവിടെ നോക്കണം. ആർ എന്ന് പറയുന്നതിന് നേരെ വന്നിരിക്കുന്നത് ആരാണ്? ഉണ്ടോ? ഈ സിമ്പലാണ്. അപ്പോൾ ഞാൻ ആറിന് നേരെ ആ സിമ്പിൾ കാണിച്ചു. ഇനി ഇവിടെ ഐ ആണ്. 6 കഴിഞ്ഞാൽ അവൻ ഐ ആണല്ലേ. അപ്പോൾ ഐക്ക് നേരെ വന്നിരിക്കുന്നത് ഇവിടെയാണ് ഐ കിടക്കുന്നുണ്ട്. ഐക്ക് നേരെ താഴെ വന്നിരിക്കുന്നത് 5 ആണ്. അപ്പോൾ 5 എന്ന് കാണിച്ചു. ഇനി പി ആണ്. പി എന്ന് പറയുന്ന ആൾ ഇവിടെ കിടപ്പുണ്ടോ? പിക്ക് നേരെ വന്നിരിക്കുന്നത് $സൈനാണ്. അത് കഴിഞ്ഞാൽ ഇ ആണ്. ഇക്ക് നേരെ വന്നിരിക്കുന്ന ആരാത് ഇവിടെ നോക്കിക്കേ. ഇക്ക് നേരെ വന്നിരിക്കുന്നത് 4 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഇതാണ് കേട്ടോ. ആഷ് $5 നമ്മുടെ നോക്കിക്കഴിഞ്ഞാൽ ബി ഓപ്ഷൻ നോക്കിയാൽ കാണാം നിങ്ങളുടെ ആൻസർ കിടപ്പുണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം. അരുൺ തൻ്റെ ക്ലോക്കിൽ 6 PM മണിക്കൂർ സൂചി വടക്കു ദിശയിലേക്ക് സെറ്റ് ചെയ്തു. അങ്ങനെയെങ്കിൽ 9:15 PM ആ ക്ലോക്കിലെ മിനിറ്റ് സൂചിയുടെ ദിശ ഏത്? ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലൊരു ക്ലോക്ക് ഉണ്ടെന്ന് വിചാരിച്ചു. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ക്ലോക്ക് ഞാനിവിടെ ക്ലോക്ക് വരയ്ക്കുകയാണ്. സാധാരണ ക്ലോക്ക് നമ്മളിപ്പം 12, 3, 6, 9 ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇത്ര മാത്രം മതി നമുക്ക്. ഈ ക്ലോക്കിനെ ഇവർ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ വാതിക്കൽ ചെയ്യണം. നിങ്ങളിത് അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം നിങ്ങൾ വേറെ എവിടെ നിന്നാലും നിങ്ങൾക്ക് കിഴക്കും മുടക്കുമെന്ന് നമുക്ക് മനസ്സിലാവില്ല, കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. അപ്പം നിങ്ങളുടെ വീടിൻ്റെ വാതിക്കൽ നിങ്ങളിപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് 6 PM ഇവിടെ വടക്കുവശത്തേക്ക് മാറണം. അപ്പോൾ 6 PM വടക്കുവശം. ഇത് വടക്കുവശമാണെങ്കിൽ ഇതെന്തായിരിക്കണം? സൗത്ത് ആയിരിക്കണം. ആ സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ 3 എന്നുള്ള സ്ഥലം എന്താണ്? പടിഞ്ഞാറ് വശത്തുമായിരിക്കും. 9 എന്നുള്ളത് കിഴക്ക് വശമായിരിക്കും. നിങ്ങൾ സംശയം നിങ്ങളുടെ വീട്ടിലെ ക്ലോക്ക് എന്ന് പറയുന്നത് നിങ്ങൾ വെച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 6നെ നിങ്ങൾ വടക്കുവശം നിർത്തുമ്പോൾ 12 തെക്ക് വശമായിരിക്കും. 3 എന്നുള്ള പടിഞ്ഞാറ് വശവും വരും. 9 എന്നുള്ളത് കിഴക്ക് വശവും വരും. ഇതാണ് ആ സിമ്പൽ. ഇനി നിങ്ങളൊന്ന് നോക്കുക. ഇനി അവർ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ നോക്കുക. ഇത്രയും നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചേ. ഇപ്പോൾ പൊസിഷൻ കിട്ടി. ഇനി നമുക്ക് ഏതാ വേണ്ടത്? 9:15 എന്ന് പറഞ്ഞാൽ എത്ര ഇതിനകത്ത് കാണിക്കണം? 9 എന്നുള്ള എങ്ങനെയാണ്? 9 എന്നുള്ളത് കണ്ടോ ഇവിടെ 9 മണിക്കൂർ സൂചിയാണ് ഈ കാണിച്ചത് അല്ലേ? മണിക്കൂർ സൂചിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി 15 എന്ന് പറയുമ്പോൾ ഇവിടെ 3-ന് നേരെ പറഞ്ഞു അതല്ലേ 9:15 എന്ന് കാണിക്കുന്നേ. അപ്പോൾ ഇത് മണിക്കൂർ സൂചി, ഇത് മണിക്കൂർ സൂചിയാണ്, ഇത് മിനിറ്റ് സൂചിയാണ്. നമുക്ക് വേണ്ടത് മിനിറ്റ് സൂചിയുടെ ദിശ ഏതെന്നാണ്. നോക്കിക്കേ, മിനിറ്റ് സൂചി നിൽക്കുന്ന ദിശ എപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? ഏതാണ് മിനിറ്റ് സൂചിയുടെ ദിശ? പടിഞ്ഞാറെന്നാണ്, വെസ്റ്റ് എന്നാണ്. ഉണ്ടോ? അപ്പോൾ നമുക്കിതേ പടിഞ്ഞാറെന്ന് അവിടെ കിടപ്പുണ്ട്. ഇത്രയേ ഉള്ളൂ കാര്യം അതിനകത്ത്. നിങ്ങളത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നിങ്ങളല്ലാണ്ട് ഒരുപാട് പുറം ആലോചിച്ചിട്ട് കാര്യം. നിങ്ങളുടെ വീടിൻ്റെ വാക്കിൻ്റെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വടക്കും കിഴക്കൊക്കെ കറക്റ്റ് അറിയാൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യം. പ്ലസ് എന്നാൽ ഡിവൈഡും മൈനസ് എന്നാൽ ഇൻറ്റുവും ഇൻറ്റു എന്നാൽ പ്ലസ്സുമായാൽ 100 + 10 - 20 × 2 = എത്രയാണ്? ആദ്യം നമുക്കിത് ഇത്രയും സാധനം നമുക്ക് തന്നിരിക്കുന്ന അങ്ങോട്ടൊന്ന് വെറുതെ എഴുതിയിടാം. ഉണ്ടോ? 100 + 10 - 20 × ഇങ്ങനെയുള്ള സംഖ്യകളൊക്കെ നിങ്ങൾ ചെയ്യേണ്ട എന്താ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾ ആ സംഖ്യകൾ മാത്രം താഴത്തേക്ക് എഴുതിയ. 100, 10, 20 ഇൻറ്റു -1 ഞാൻ കാണിച്ചിട്ടില്ല. ഇനി പറ. ഇനി അവർ പറഞ്ഞിരിക്കുന്ന കാര്യത്തോട്ട് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് പൈസ ചെയ്തേ. പ്ലസ് എന്ന് പറഞ്ഞാൽ ഡിവൈഡാണ്. അപ്പോൾ ഈ പ്ലസ്സിന് പകരം നമുക്ക് എന്ത് കാണിക്കണം? പ്ലസ്സിന് പകരം എന്ത് കാണിക്കണം? ഡിവൈഡ് എന്ന് കാണിക്കണം. ഇതേ ഡിവൈഡ് എന്ന് കാണിച്ചു പ്ലസ്സിന് പകരം. ഇനി എന്താണ്? നിങ്ങൾ അടുത്ത വായിച്ചു നോക്കിയേ. അടുത്ത നിങ്ങൾക്ക് വായിച്ചാൽ എന്ത് കിട്ടാം? ഇൻറ്റു അല്ലേ? മൈനസിന് പകരം ഇൻറ്റു. ഇതേ മൈനസിന് പകരം ഞാൻ ഇൻറ്റു കാണിച്ചു. ഇനി ഇൻറ്റുവിന് പകരം പ്ലസ്. അപ്പോൾ ചിഹ്നമല്ല. ഇനി നമ്മൾ ബോർഡ് മാസ് ഉപയോഗിച്ചാൽ മാത്രമാണ്. ബോർഡ് മാസ് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ്? ഇവിടെ ഒരു ഡിവിഷൻ കിടക്കുന്നത് കണ്ടോ? അപ്പോൾ അത് മാത്രം നമ്മൾ സ്പെഷ്യൽ ചെയ്യണം. ബാക്കിയുള്ളതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ബാക്കിയുള്ള ആളെ ഞാൻ അങ്ങനെ തന്നെ കാണിച്ചിട്ടുണ്ട്. ആ 100 ഡിവൈഡഡ് ബൈ 10 എന്ന് വെച്ചാൽ എത്രയാണ്? 10. ബാക്കിയെല്ലാം ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ടോ? ഇനി എന്ത് ചെയ്യണം? ഇനി നിങ്ങൾ ആലോചിച്ച് ഇനി ഇൻറ്റു ചെയ്യണം. 10 × 20 എത്ര?
200. 200 പ്ലസ് 2 എത്ര? 202. ഇൻറ്റു ചെയ്തിട്ടല്ലേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഓപ്ഷൻ നോക്കിക്കേ, ബി ഓപ്ഷനിലേക്ക് നോക്കിക്കേ, 202 കണ്ടൂടെ? അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ. അടുത്ത ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ നമുക്ക് എ എന്ന് പറഞ്ഞ് 343 തന്നിട്ടുണ്ട്, ബി 341, സി 433, ഡി 430. ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ആൻസർ 343 കാര്യം എന്താണ്? 343 എന്ന് വെച്ചാൽ 7ന്റെ ക്യൂബ് മാത്രം. അവിടെ ഒരു ആൾ മാത്രമാണ് പൂർണ്ണമായ ക്യൂബായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് നോക്കിയാൽ നമുക്ക് അത് മാത്രമേ നമുക്ക് അവിടെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വേറെ ഓപ്ഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സംഖ്യ ഇവിടെ ഉണ്ട്, ഞാനതിനെക്കുറിച്ച് പറയുന്നില്ല. അത് പ്രൈം നമ്പർ അല്ലാതെ 2 സംഖ്യ പ്രൈം നമ്പറാണ്, പിന്നെ ഒരാൾ പ്രൈം നമ്പർ അല്ലാതെ ഒരാളുണ്ട്. നമുക്ക് അതിലോട്ട് വരണ്ട. എന്നാലും നമ്മുടെ പെട്ടെന്നുള്ള കാര്യം മാത്രം പറയാം. 343 നമ്മുടെ ആൻസർ. 7ന്റെ ക്യൂബാണത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആണ് 343. അടുത്ത ചോദ്യം, 5, 10, 15, 20, 25 എന്നീ സംഖ്യകളുടെ ശരാശരി എത്ര? ഇത് നിങ്ങൾ ശരാശരി പഠിച്ചിട്ടുള്ളവർക്കറിയാം. ഈ സംഖ്യ കാണുമ്പോഴേ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ പറയാം. കാരണം ശ്രേണി രൂപത്തിലുള്ള സംഖ്യയാണ്. 5 കൂടി ഇപ്പോൾ 5ൻ്റെ കൂടെ 5 കൂടി 10, വീണ്ടും 5 കൂട്ടി 15, 5 കൂട്ടി അങ്ങനെ വരുന്ന സമയത്ത് മിഡിൽ നമ്പർ എന്ന് പറയുന്ന ആളും ശരാശരിയും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ മധ്യഭാഗത്തുള്ള സംഖ്യ ആരാണ്? 15. ഇതാണ് നമ്മുടെ ആൻസർ. നമുക്ക് അങ്ങനെ പറയാവുന്ന കാര്യമുള്ളൂ, 15. ഇനി അങ്ങനെ അല്ല, നിങ്ങൾ സാധാരണ ശരാശരി പഠിച്ചിരിക്കുന്ന പോലെ പഠിക്കണമെങ്കിൽ നമുക്ക് ചെയ്യാം. എന്ത് ചെയ്യണം? 5 + 10 + 15 + 20 + 25 കണ്ടുപിടിക്കുക. എല്ലാം കൂടെ കൂട്ടുക. കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 75 എന്ന് കിട്ടും. അതിനെ എണ്ണം കൊണ്ട് ഹരിക്കുക. 5 ഒബ്സർവേഷൻ ഉണ്ട്. അപ്പോൾ 75/5. 75/5 എന്ന് വെച്ചാൽ എത്ര തന്നെയാണ്? 15. അപ്പോൾ നേരിട്ട് എഴുതുന്നതിന് നമുക്ക് ഒന്നുകൂടെ സമയം ലാഭം. നമുക്ക് അറിയാമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുക. ഓപ്ഷൻ സി നോക്കിയാൽ നമുക്ക് 15 എന്ന് കിടപ്പുണ്ട്. അതാണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം, 2n + 5 1024 ആയാൽ എക്സിൻ്റെ വില എത്ര? എന്നിൻ്റെ വില എത്ര? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് 2n + 5 എന്നാണ്, = 1024 എന്നാണ്. ഞാൻ ആ 2n + 5 അങ്ങനെ തന്നെ എഴുതിയിടുന്നു. ഈ 1024നെ 2ൻ്റെ പവറിലേക്ക് മാറ്റണം. ഇതേ മാറ്റുന്നു. 1024 ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നേരത്തെ നേർ പകുതി പറഞ്ഞാൽ മതി. 10ൻ്റെ പകുതി 5, 24ൻ്റെ പകുതി 12, അപ്പോൾ 512 അങ്ങനെ പറഞ്ഞാൽ മതി. വീണ്ടും 2 കൊണ്ട് 512ൻ്റെ പകുതി എത്രയാണ്? 256. വീണ്ടും 2 കൊണ്ട് 256ൻ്റെ പകുതി 128. 2 കൊണ്ട് 64. വീണ്ടും 2 കൊണ്ട് 64ൻ്റെ പകുതി 32. 2 കൊണ്ട് 32ൻ്റെ പകുതി എത്ര? 16. വീണ്ടും 2 കൊണ്ട് 16ൻ്റെ പകുതി എത്ര? 8. വീണ്ടും 2 കൊണ്ട് 8ൻ്റെ പകുതി 4. വീണ്ടും 2 കൊണ്ട് 2. അപ്പോൾ ഇവിടം പോലെ 2നെ ഒന്ന് എണ്ണി നോക്കി. ഇവിടം പോലെ എത്ര 2 ഉണ്ടെന്ന് ആലോചിക്കുക. എത്ര 2 വന്നിട്ടുണ്ട്? 10 എണ്ണം വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് 1024 എന്നുള്ളത് 2/10 എന്ന് നമുക്ക് പറയാം. ഇനി നിങ്ങൾ നോക്കി, ഇവിടെയും ബേസ് എലമെൻറ്റ് 2 ആണ്, ഇവിടെയും ബേസ് എലമെൻറ്റ് 2 ആണ്. അങ്ങനെ ബേസ് എലമെൻറ്റ് 2 രണ്ടും ഒരേപോലെ വന്നാൽ പവറുകൾ തുല്യമായിരിക്കും. നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? n + 5 = 10 എന്ന് ഇക്വേറ്റ് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ n + 5 = 10. ഇത് നമുക്ക് n ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഈ +5 അപ്പുറത്ത് കൊടുത്താൽ മതി. അപ്പുറത്തുള്ള 10 അങ്ങനെ തന്നെ കാണിക്കുക. +5 അങ്ങോട്ട് പോകുമ്പോൾ -5. 10 - 5 എത്രയാണ്? 5. ഓക്കെ. നമ്മുടെ ഓപ്ഷൻ എ നോക്കിക്കേ, 5 എന്നില്ലേ? അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ.